സീ ബ്ലൂ ഷിപ്പ്യാർഡിനെതിരെ ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ പ്രതിഷേധം തുടങ്ങിയിട്ട് മാസങ്ങളായി. ഇവരെ സ്വാധീനം ഉപയോഗിച്ച് ഇവരിതെല്ലാം ധിക്കാരപരമായിട്ട് ഈ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കള്ളക്കേസ് കൊടുത്തു ഉൾപ്പെടെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഇവിടെ സാൻഡ് ബ്ലാസ്റ്റിംഗ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദമോ ലൈസൻസോ ഇല്ല. കൂടാതെ പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾപ്പെടെ വിവരാവകാശ നിയമപ്രകാരമുള്ള എല്ലാ രേഖകളും നമ്മളെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് ഉൾപ്പെടെ ധിക്കരിച്ചുകൊണ്ടാണ് ഇവർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഏത് സമയത്താണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത്? ജാനുവരിയിൽ. ഇത് കൂടാതെ ഇവരെ സീ ബ്ലൂ ഷിപ്പ്യാർഡിൻ്റെ കമ്പനി തൊട്ടപ്പുറത്തുണ്ട്. അതിൻ്റെ മറപിടിച്ചുകൊണ്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. ഇത് ഇപ്പോൾ ഉൾപ്പെടെ എത്ര മീറ്ററോളം വരും ചേട്ടാ നികത്തിയേക്കണത്? പുഴ നികത്തിയേക്കണത് 50 മീറ്ററോളം പുഴ നികത്തിയാണ് ഇത് നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇത് ഉൾപ്പെടെ നമ്മൾ നിൽക്കുന്ന പ്രദേശം ഉൾപ്പെടെ പുഴ നികത്തിയാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. ഇവരുടെ സ്വാധീനം ഉപയോഗിച്ച് എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളും ഇവർ തടയിടുകയാണ്. ആളുകൾക്ക് ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്? ഇവിടെ സാൻഡ് ബ്ലാസ്റ്റിംഗ് നടക്കുന്ന മൂലം ജനങ്ങൾക്ക് ശ്വാസം മുട്ടൽ ഉൾപ്പെടെയുള്ള ഇത് നേരെ കാണുന്നത് LP സ്കൂളാണ്. സ്കൂളിലെ കുട്ടികൾക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള സാൻഡ് ബ്ലാസ്റ്റിംഗ് നടത്തി അതിൻ്റെ പൊടിപടലങ്ങൾ മൂലം സാൻഡ് ബ്ലാസ്റ്റിംഗ് നടത്തണമെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുവാദം വേണം. അതുപോലും ഇല്ലാതെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുത്ത നോട്ടീസ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്. പൊല്യൂഷൻ കൺട്രോളിന്റെ നോട്ടീസ് ഉണ്ട്, പഞ്ചായത്തിന്റെ സ്റ്റോപ്പ് മെമ്മോ ഉണ്ട്. ഇതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇവർ നിർമ്മാണ പ്രവർത്തനം. ഇതിനെതിരെ എത്ര കാലമായിട്ടുണ്ട് ഈ കമ്പനിയുടെ? ഇത് വർഷങ്ങളായിട്ടുള്ള കമ്പനി തൊട്ട് അപ്പുറത്താണ് സീ ബ്ലൂ. അതിൻ്റെ മറപിടിച്ചുകൊണ്ട് ഈ പുതിയ സംരംഭം ഇവിടെ ആരംഭിച്ചേക്കാനാണ്. ഇത് ലൈസൻസും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവ്യക്തമാണ്. ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ ഉൾപ്പെടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ പ്രതികരിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത് അവരെ ഒതുക്കുന്ന രീതിയാണ് ഇതിനെ മാനേജ്മെന്റ് ചെയ്യുന്നത്. എന്താണ് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കൂടുതൽ വല്ല പ്രതിഷേധം അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നത്? ഇത് ഞങ്ങൾ CPM-ന്റെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളിത് സംബന്ധിച്ച് പ്രക്ഷോഭ പരിപാടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം യാതൊരു വിധത്തിലുള്ള ലൈസൻസോ അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉൾപ്പെടെ അനുവാദമില്ലാതെ നടത്തുന്ന ഈ സംരംഭം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ സംരംഭം നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രക്ഷോഭത്തിലേക്ക് CPM പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്.